Hi all, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 3-ലെ ഒരു ഡിസൈൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാ ടൈപ്പ് ഫോൾ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ഫോൾ? എന്തിനാണ് നമ്മളൊരു ഫോൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം ഒരു ചാനൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് മേ എക്സ്റ്റെൻഡ് ടു സം ബിഗ് കിലോമീറ്റേഴ്സ് ലൈക്ക് 50,000 കിലോമീറ്റേഴ്സിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം പല എലിവേഷനിലേക്കൂടെ ആ ചാനൽ മൂവ് ചെയ്യേണ്ടി വരും. സോ whenever the elevation difference occurs, whenever there is a high change in elevation, what happens automatically the velocity of flow will increase. This will improve its kinetic energy, which will ultimately scour the downstream bed. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഡൗൺസ്ട്രീം ബെഡ് സ്കവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? സേഫ്ലി ദ വാട്ടർ ഹാസ് ടു ബി ഡിസ്പോസ് ഫ്രം ദി അപ്സ്ട്രീം സൈഡ് ടു ദി ഡൗൺസ്ട്രീം സൈഡ്. സോ ഫോർ ദാറ്റ് പേർപ്പസ് വി മേ യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൾസ്. അത്തരത്തിൽ സർദാർ കനാൽ സിസ്റ്റം, അതായത് യു പിയിലെ ഒരു കനാൽ സിസ്റ്റമാണ് സർദാർ കനാൽ സിസ്റ്റം. അവിടെ യൂസ് ചെയ്തിരുന്ന ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ഫോൾ ആണ് സർദാർ ടൈപ്പ് ഫോൾ. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദീസ് ഫോൾ ഈസ് ദിസ് വിൽ ബി ഒക്കറിംഗ് വിത്തിൻ few meters, അതായത് ചെറിയ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ n നമ്പർ ഓഫ് ഫോൾസ് കൊടുത്ത് സേഫ് ആയിട്ട് വാട്ടറിനെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു രീതിയാണ് സർദാർ ടൈപ്പ് ഫോൾ സിസ്റ്റത്തിൽ കാണുക. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദിസ് ഈസ് സ്യൂട്ടബിൾ ഫോർ സാൻഡി ക്ലേ സോയിൽസ്. അപ്പോൾ ഈ ഇത്തരത്തിൽ വരുമ്പോഴേക്കും, ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് സോയിലിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ നല്ലൊരു ദൂരത്തിൽ ഒരു ഫോളോ കൊടുക്കുന്നതിലും നല്ലത് ചെറിയ ഡിസ്റ്റൻസിൽ ചെറിയ സ്ട്രക്ചേഴ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കൊടുത്തിരിക്കുന്ന rectangular type അല്ലെങ്കിൽ trapezoidal type of falls നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർദാർ ടൈപ്പ് fall എന്ന് പറയുന്നത്. So if you want to see it, it will look like this. ഇതാണ് upstream bed. ഓക്കെ, അപ്സ്ട്രീം ബെഡ്. നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഫോൾസ് ഉണ്ട്. വൺ ഈസ് റെക്ടാങ്കുലർ ടൈപ്പ് ഫോൾ, ദ അതർ വൺ ഈസ് ട്രപ്പീസോഡൽ ഫോൾ. നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം ഹൈ ഡിസ്ചാർജ് ഫോൾ ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഹൈ ഡിസ്ചാർജ് ഫോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക ട്രപ്പീസോഡൽ ക്രസ്റ്റ് ആയിരിക്കും. നേരെ മറിച്ച് ഇഫ് ഇറ്റ് ഈസ് എ ലോ ഡിസ്ചാർജ് ചാനൽ, വി വിൽ പ്രിഫർ എ റെക്ടാങ്കുലർ ഫോൾ. അപ്പോൾ നമുക്ക് സിലബസിൽ ഹൈ ഡിസ്ചാർജ് ഫോൾ ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏത് തന്നെയായിരിക്കും? ട്രപ്പീസോഡൽ ക്രസ്റ്റ് ഫോൾ ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ അപ്സ്ട്രീം ബെഡ് സൈഡ്. ഓക്കെ, ദെൻ വി ഹാവ് എ ട്രപ്പീസോഡൽ ക്രസ്റ്റ്. ഓക്കെ, then water will be moving over this trapezoidal crust and it will be dropping like this. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കുഷ്യൻ എഫക്റ്റ് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ആ കുഷ്യൻ എഫക്റ്റ് കാരണം എന്ത് സംഭവിക്കും? ദിസ് വിൽ ലോസ് ഇറ്റ്സ് എനർജി ഡിസിപ്പേഷൻ വിൽ occur, then gradually it will move forward to the downstream side. അങ്ങനെ ഗ്രാജുവൽ മൂവ്മെന്റിന് വേണ്ടി നമ്മൾ ഡൗൺസ്ട്രീം ബെഡും തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഹാവ് ടു ഡിസൈൻ എ trapezoidal crust fall. ഇനി ഇത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഡിസൈനിങ് സർദാർ ടൈപ്പ് fall for the following data given as upstream bar downstream. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ വാല്യൂ ഏതായിരിക്കും? അപ്സ്ട്രീമിലെ ഡീറ്റെയിൽ ആയിരിക്കും, അടിയിലെ വാല്യൂ ഡൗൺസ്ട്രീമിലെ ഡീറ്റെയിൽ ആയിരിക്കും. സോ ദ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് at upstream is 45. Similarly at downstream it is 45. Full supply level at upstream is 118.3. okay, at a higher level compared to downstream. So at downstream it is 116.8. Full supply depth is 1.8 each at both upstream and downstream. Bed width is 28 meter each at both upstream and downstream. Then bed level is at upstream it is 116.5. This is 116.5 and at downstream it is 150. Okay, so a drop of 1.5 meter. Design the floor on the basis of Weir's creep theory, taking coefficient of creep as 8. അപ്പോൾ നമ്മൾ ഡിസൈനിലേക്ക് കിടക്കുമ്പോഴേക്കും നമുക്ക് ഇത് ഒരു 8-9 സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് 4 to 5 സ്റ്റെപ്സ് ആണ്. അതിനുശേഷം സർട്ടൻ അതർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോ സ്റ്റെപ്പായിട്ട് ഏതൊക്കെയാണ് ആ സ്റ്റെപ്പുകൾ നമ്മളിവിടെ ആദ്യം പറയുന്നില്ല, നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് പോവാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് എച്ച്, ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ ഡി. കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ ഡി. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ക്യാപിറ്റൽ എച്ച്, എന്താണ് സ്മോൾ ഡി എന്നൊക്കെ അറിയണം. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ തന്നിരിക്കുന്നത്. നമ്മളൊരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ട്രപ്പീസോഡൽ ക്രസ്റ്റ് എടുത്തിരിക്കുന്നു. ഓക്കെ, ട്രപ്പീസോഡൽ ക്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ദെൻ ബെഡ് ലെവൽ എവിടെയുണ്ട്. ദെൻ അപ്സ്ട്രീം സൈഡിൽ ഈ ബാറ്റർ നമ്മൾ 1.3 കൊടുത്തിരിക്കുന്നു. ഡൗൺസ്ട്രീം സൈഡിൽ ഈ ബാറ്റർ നമ്മൾ 1.8 കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം അസ്യൂം ചെയ്തിരിക്കുന്ന വാല്യൂ ആണ്. ഫോർ ദ
placement of this trapezoidal crust. Okay, then cistern ഇവിടെ provide ചെയ്തിട്ടുണ്ട് so that it will give a cushion effect. Then the downstream bed. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ trapezoidal crust ഉണ്ടല്ലോ, ഈ ഒരു portion, crust portion, ഈ crust portion ടോട്ടൽ വാട്ടർ ലെവലിലെ പോർഷൻ വരെയുള്ള ഈ ഡിസ്റ്റൻസിന് നമ്മൾ ക്യാപിറ്റൽ എച്ച് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ക്യാപിറ്റൽ എച്ച് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഈ അപ്സ്ട്രീം വാട്ടർ ലെവൽ, ടോട്ടൽ വാട്ടർ ലെവൽ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എച്ച് എന്ന്, അതായത് ക്രസ്റ്റിന്റെ മുകളിൽ എത്രമാത്രം ഹൈറ്റ് ഓഫ് വാട്ടർ ഉണ്ട്, ക്യാപിറ്റൽ എച്ച് ലെവൽ എന്ന്. ബെഡ് നിന്ന് ക്രസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ സ്മോൾ എച്ച് എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് കമ്പൈൻഡ്ലി വി വിൽ കോൾ ഇറ്റ് ആസ് ക്യാപിറ്റൽ ഡി. അതേപോലെ ഈ ക്രസ്റ്റിൽ നിന്ന് ഈ ക്രസ്റ്റിൽ നിന്ന് താഴോട്ട് പോകുന്ന ഡ്രോപ്പിന് നമ്മൾ ഡി എന്ന് കൊടുത്തിരിക്കുന്നു. ഫോർഗെറ്റ് അബൌട്ട് ദിസ് ഹംപ്. ഓക്കെ, ഈ ക്രസ്റ്റിൽ നിന്ന് താഴോട്ട് വരുന്ന ഈ സിസ്റ്റേൺ, അതായത് ഡൗൺസ്ട്രീം ബെഡ് വരെയുള്ള, സിസ്റ്റേൺ വരെയുള്ള അല്ല, ഡൗൺസ്ട്രീം ബെഡ് വരെയുള്ള ആ ഡിസ്റ്റൻസിന് നമ്മൾ സ്മോൾ ഡി എന്നും കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഈ എച്ച് എത്രയാണ്, ഈ ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കലാണ്. സോ ലെറ്റ് us മൂവ് ഫോർവേഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ എച്ച് ആൻഡ് ക്യാപിറ്റൽ ഡി. അപ്പോൾ തന്നിരിക്കുന്ന ഡിസ്ചാർജ് വാല്യൂ എത്രയാണ്, ബോത്ത് അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം ഇറ്റ് ഈസ് 45 cumex. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഡിസ്ചാർജ് ഇക്വേഷനിലേക്ക് പോവാം. Q equal to 1.99 L H raised to 3 by 2 into H by B whole power 1 by 6. ഇത് trapezoidal crust ന്റെ equation ആണ്. This is trapezoidal crust ന്റെ equation since the discharge is higher. എങ്ങനെയാണ് discharge higher ആണെന്ന് കണ്ടുപിടിക്കുക? If Q is greater than 14 cumex, if Q is greater than 14 cumex, then it is a high discharge. അപ്പം നമുക്ക് ഇവിടെ 45 cumex ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് high discharge ഡിസൈനിലേക്കാണ് പോകേണ്ടത്. High discharge ആണെങ്കിൽ trapezoidal crust പ്രിഫർ ചെയ്യണം. trapezoidal crust ന്റെ equation ആണ് Q equal to 1.99 L H raised to 3 by 2 H by B whole power 1 by 6. റെക്ടാങ്കുലർ ആണെങ്കിൽ ഈ ഇക്വേഷൻ എല്ലാം യൂസ് ചെയ്യേണ്ടത്. പക്ഷെ forget about it because സിലബസിൽ നമുക്ക് ആകെ ചോദിക്കുക ഏതിന്റെയാണ്, ഹൈ ഡിസ്ചാർജിന്റെ മാത്രമാണ്. സോ ഗോ ഫോർ ദിസ് ഇക്വേഷൻ. Q is equal to 1.99 L H raised to 3 by 2 H by B whole power 1 by 6. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ എച്ച് വാല്യൂ നമുക്ക് അറിയില്ല എന്നറിയാം. കാൽക്കുലേഷൻ ഓഫ് എച്ച് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എൽ വാല്യൂ നമുക്ക് അറിയാം. എൽ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? എൽ വാല്യൂ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ക്രസ്റ്റ് വാൾ ആണ്. ലെങ്ത് ഓഫ് ക്രസ്റ്റ് വാൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഇവിടെ ഫിഗറിൽ അറിയാം, അല്ലെങ്കിൽ ബെഡ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ. കാരണം ഈ ഒരു ട്രപ്പീസോയിഡൽ ക്രസ്റ്റ് ത്രൂ ഔട്ട് ആ ചാനലിലേക്ക് പോകണം, അപ്പൊ എത്രയാണോ ചാനലിന്റെ ബെഡ് വിഡ്ത്ത് അത്ര തന്നെ ആ ക്രസ്റ്റിന്റെ ലെങ്ത് ആയിട്ട് പോകും. ഓക്കെ, സോ ലെങ്ത് ഓഫ് ക്രസ്റ്റ് വാൾ, ഇതിന്റെ ലെങ്ത്, ഇത് വിഡ്ത്ത് ആണ് നമ്മൾ കാണുന്ന പോർഷൻ. അപ്പോൾ അതിന്റെ ലെങ്ത് ആണ് അറിയേണ്ടത്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏതിന്റെ ലെങ്ത് തന്നെയായിരിക്കും, ബെഡ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ തന്നെയായിരിക്കും. ഓക്കെ, സോ that is given as how much it is given as, it is given as 28 meter. അപ്പോൾ അതെടുക്കാം, 28 meter എടുക്കാം. സോ L is equal to 28 meter. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് B ആണ്. Q നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 45 cumex. ഇനി ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ബ്ലൈസ് ക്രിപ്പ് തിയറി യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. സോ ആസ് പെർ ബ്ലൈസ് ക്രിപ്പ് തിയറി ബി ഈസ് ഈക്വൽ ടു 0.55 ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് പ്ലസ് ഡി ആണ്. 0.55 ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് പ്ലസ് ഡി ആണ്. അപ്പോൾ നമുക്കിവിടെ എച്ച് പ്ലസ് ഡി എത്രയാണെന്ന് നോക്കണം. ബാക്ക് ടു ദ ഫിഗർ. Here this is H and this is D. ഓക്കെ, ഇനി ഈ എച്ച് പ്ലസ് ഡി നമുക്ക് ഒന്നിച്ച് കിട്ടുമോ, ആ ഒരു എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുമോ എന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എച്ച് പ്ലസ് ഡി ആണ് കിട്ടുന്നത്. എച്ച് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ഡ്രോപ്പ് ഇൻ വാട്ടർ ലെവൽ, ഡ്രോപ്പ് ഇൻ ബെഡ് ലെവൽ. ഓക്കെ, എച്ച് പ്ലസ് ഡി ഈക്വൽ ടു ഡി പ്ലസ് ഡ്രോപ്പ് ഇൻ ബെഡ് ലെവൽ. അപ്പം എച്ച് ഇവിടുന്ന് ഇവിടം വരെയാണ്, ഡി ഇവിടുന്ന് ഇവിടം വരെയാണ്. അപ്പോൾ ഡി പ്ലസ് ഡ്രോപ്പ് ഇൻ വാട്ടർ ലെവൽ. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷനും കൂടി യൂസ് ചെയ്യാം. എച്ച് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു upstream full supply level minus downstream channel bed level. Upstream full level എന്ന് പറയുന്നത് എന്താണ്? Upstream full level is 118.3. ഇത് ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസ് ആണ്. 118.3
118.3 minus downstream channel bed level എന്ന് പറയുന്നത് 115. Okay, 115. അപ്പോൾ upstream bed full supply level എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. മൈനസ് ചാനൽ ബെഡ് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അത് തന്നെയാണല്ലോ നമ്മുടെ H+D എന്ന് വരിക. ഓക്കെ, അപ്പൊ അത്തരത്തിലും ചെയ്യാം. അപ്പൊ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഡ്രോപ്പ് D പ്ലസ്, അതായത് complete depth of water, that is deep full supply depth എന്ന് തന്നെ പറയാം. അതായത് 1.8 plus 1.5, drop in bed level is 1.5, full supply depth is 1.8. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ 118.3 minus 115 ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് 118.3 minus 115 ആണ്. കാരണം പലപ്പോഴും ഈ ഒരു വാല്യൂ എടുക്കുമ്പോൾ പലർക്കും എക്സാം ഹാളിൽ ചെല്ലുമ്പോഴേക്കും ഇതൊരു ഡൗട്ട് ആയി തോന്നും ഏത് വാല്യൂ എടുക്കണം. പക്ഷെ ഈ ഒരു വാല്യൂ ആണെങ്കിൽ അധികം കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ H+D is upstream full supply level ആണ്. ഓർക്കുക, upstream full supply level minus channel bed level ആണ്. അത് മാത്രമേ നമ്മളിവിടെ ഓർക്കണ്ടു. ചാനൽ ബെഡ് ലെവലിലേക്കാണ് മൈനസ് ചെയ്യേണ്ടത്. Never go for 118.3 minus 116.8. Okay, 118.3 minus 115 ആണ് കേട്ടോ. ഇതിന്റെ ഹയർ വാല്യൂ മൈനസ് ഇതിന്റെ ലോവർ വാല്യൂ. So this will be equal to 3.3 meter. അപ്പോൾ നമുക്ക് ഇവിടെ B വാല്യൂ കിട്ടിയല്ലോ. H+D വാല്യൂ കിട്ടി. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? B വാല്യൂ കണ്ടുപിടിക്കാം. സോ B വാല്യൂവിലേക്ക് പോവാം നമുക്ക്. സോ B equal to 0.55 into root of 3.3. This will be equal to 1 meter. 1 meter. അപ്പോൾ നമുക്ക് L 28 കിട്ടി, Q 45 കിട്ടി, B 1 meter കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇവിടെ കിട്ടാത്ത വാല്യൂ ഏതാണ്? H വാല്യൂ ആണ്. അപ്പോൾ ആ H വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദിസ് ഇക്വേഷൻ ഓഫ് Q 45 is equal to 1.99 into L is 28 meter. So 28 into H നമുക്കറിയില്ല, H power 3/2 into H by what is B? 1. So H power 1/6 തന്നെയാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് H വാല്യൂ എത്ര കിട്ടും? H വാല്യൂ equal to 0.88 meter. 0.88 meter. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയ കാൽക്കുലേഷൻ ഓഫ് H കഴിഞ്ഞു. Okay, so here we got this H value as 0.88 meter. ഈ വാല്യൂ എത്ര കിട്ടി? 0.88 meter ആയിട്ട് കിട്ടി. Okay, now what we have to do? We have to go further to find out what is the drop D, this value, D value. So we got H is equal to 0.88 meter. നമ്മൾ എടുത്തിരുന്ന ടോട്ടൽ ഇനീഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? H+D is equal to D plus drop in level or upstream full supply level minus channel bed level at downstream. Okay, so drop in the level. ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഓൾറെഡി H+D is equal to 3.3 meter എന്നും അറിയാം അല്ലേ? H+D is equal to 3.3 meter എന്നും അറിയാം. ഈ ഒരു വാല്യൂ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് എന്ത് വാല്യൂ കിട്ടും? ഈ D വാല്യൂ കിട്ടും. What is the D value? D value will be equal to 3.3 minus 0.88. So this will be equal to 2.42 meter. അപ്പോൾ D value കിട്ടി. D value is equal to 2.42 meter. Now in addition to these two values, we have to find out some other values too. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് വാൾ എബവ് അപ്സ്ട്രീം ബെഡ് ആണ്. അതായത് നമുക്ക് ഓൾറെഡി H equal to 0.88 കിട്ടി, D equal to 2.42 കിട്ടി. അപ്പോൾ 2.42 കൂടി നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. D is equal to 2.42 കിട്ടി. ഓക്കെ, H 0.88 കിട്ടി, D equal to 2.42 കിട്ടി. ഇനി നമുക്ക് ഈ ഹൈറ്റ് ഓഫ് ദിസ് ക്രസ്റ്റ് വാൾ എബവ് അപ്സ്ട്രീം ബെഡ്, ഈ സ്മോൾ h കണ്ടുപിടിക്കണം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് D വാല്യൂ അറിയാം എത്രയാണ്, അതേസമയം H വാല്യൂ നമുക്ക് അറിയാം എത്രയാണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ സ്മോൾ h വാല്യൂ കണ്ടുപിടിക്കാലോ. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ക്രസ്റ്റ് വാൾ എബവ് അപ്സ്ട്രീം ബെഡ് H is equal to capital D minus capital H. What is capital D? Capital D is 1.8. Capital D is 1.8. എങ്ങനെയാണ്? ഫുൾ സപ്ലൈ ഡെപ്ത് is 1.8 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ capital D equal to 1.8 എന്ന് എടുക്കുക, മൈനസ് H വാല്യൂ. H വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 0.88 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ മൈനസ് 0.88 meter. Okay, so this will give you the answer as 0.92 meter. അപ്പോൾ നമുക്ക് അപ്സ്ട്രീം ബെഡിൽ സ്മോൾ h കിട്ടി, 0.92 എന്ന് കിട്ടി, ക്യാപിറ്റൽ H കിട്ടി,
0.88 എന്ന് കിട്ടി. ഇത് കംപ്ലീറ്റ്ലി രണ്ടും കൂടി ആയാൽ ഫുൾ സപ്ലൈ ഡെപ്ത് 1.8 കിട്ടി. ദെൻ ഇവിടുന്ന് താഴോട്ടുള്ള ഡ്രോപ്പ് എത്ര കിട്ടി? ഡ്രോപ്പ് ഈക്വൽ ടു 2.42 കിട്ടി. ഇത്രയും ഡീറ്റെയിൽസ് ആയാൽ നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് എച്ച് ആൻഡ് ഡി വാല്യൂ ഓക്കെ. ഇനി നമുക്ക് പോകാനുള്ള സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണ് ഡിസൈൻ ഓഫ് ക്രസ്റ്റ്. ഈ ഒരു ക്രസ്റ്റ് പോർഷൻ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. So moving to second step, design of crust. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മളിവിടെ ഒരു ട്രപ്പീസോഡൽ ക്രസ്റ്റ് ആണ് അഡാപ്റ്റ് ചെയ്യുന്നത്. സിൻസ് ഇറ്റ് ഈസ് എ ഹൈ ഡിസ്ചാർജ്, നമ്മളിവിടെ എന്ത് അസ്യൂം ചെയ്തിരിക്കുന്നു? ഇറ്റ് ഈസ് എ ട്രപ്പീസോഡൽ ക്രസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രപ്പീസോഡൽ ക്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ ആണ് എടുക്കുന്നത്, trapezoidal crust. Okay, let the top width be 1 meter. Let the top width be 1 meter. Okay, upstream battery is 1.3. Assume it so. Okay, and downstream battery is 1.8. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനാൽ ഇതൊരു ട്രപ്പീസോഡൽ ടൈപ്പ് ആയി. സോ let the canal side slope be 1:1. ട്രപ്പീസോഡൽ കനാൽ സിസ്റ്റത്തിന്റെ സ്ലോപ്പ് 1:1 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ കനാലിലേക്ക് വരുന്ന വെലോസിറ്റി ഓഫ് അപ്രോച്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിലേക്ക് അപ്രോച്ച് ചെയ്ത് വരുന്ന VA എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ദ ബേസിക് ഫോർമുല VA is equal to Q by A. VA is equal to Q by A. So what is Q? Q value നമുക്കറിയാം, രണ്ട് സൈഡിലായാലും 45 തന്നെയാണ്. What is A? Area of a trapezoid. Area of a trapezoid is B plus ZY into Y. Basic equation ആണ് BY into BY plus ZY square അല്ലെങ്കിൽ B plus ZY into Y. അതിൽ B എത്രയാണ്? B നമുക്കറിയാം, B is equal to 28 meter. Okay, Y is equal to 1.8 അറിയാം. Z എത്രയാണ് ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്നത്? കനാൽ സൈഡ് സ്ലോപ്പ് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു 1:1. So Z equal to 1. So from this we will get VA value. VA value will be equal to 45 divided by D is 1.8, okay, into 28 plus 1.8. Okay, so this will give you a value of 0.84. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി 0.84 meters per second. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് വെലോസിറ്റി ഹെഡ്. നമുക്ക് വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കണം. വെലോസിറ്റി ഹെഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? V square by 2g. Okay, basic equation ആണ് again from fluid mechanics. Velocity head is V square by 2g. അത് അങ്ങനെ തന്നെ ഓർമ്മയില്ലെങ്കിൽ അങ്ങനെ തന്നെ ആലോചിക്കുക. Velocity head is V square by 2g. Okay, so this will be equal to 0.84 square divided by 2 into 9.81. G value is 9.81. അപ്പോൾ ഈ വാല്യൂ വെലോസിറ്റി ഹെഡിന്റെ വാല്യൂ 0.036 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. നമുക്ക് ഏറ്റവും ആദ്യം ഏതൊരു ചാനലിന്റെ എനർജി ലൈൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ we will take a data. First we will take a data over which our channel will be lying. അപ്പോൾ ചാനൽ ലൈ ചെയ്യും. ഇത് ചാനൽ ബെഡ് ആണെന്ന് വിചാരിക്കാം. So this distance will be set value. ഓക്കെ, ആ ചാനലിന്റെ മുകളിലേക്കായിട്ട് നമ്മുടെ വാട്ടർ പാസ് ചെയ്യുന്നുണ്ടാവും. സോ ദിസ് ഈസ് ദ വാട്ടർ ലെവൽ. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ദിസ് വിൽ ബി Y. ഓക്കെ, സോ ഡാറ്റം ഹെഡായി, നമ്മുടെ പൊട്ടൻഷ്യൽ ഹെഡായി, ദെൻ വിൽ കം ദി വെലോസിറ്റി ഹെഡ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ദ വെലോസിറ്റി V, നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? നമുക്കൊരു വെലോസിറ്റി ഹെഡ് കിട്ടും. സോ ദാറ്റ് വിൽ ബി ദ വെലോസിറ്റി ഹെഡ് V square by 2g. അപ്പോൾ ഇനീഷ്യൽ ഈ പോയിന്റ് ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും ഇതിന്റെ ടോട്ടൽ എനർജി ലൈൻ പോയിന്റ്. ഓക്കെ, ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് കോൺസ്റ്റന്റ് ലൈൻ ആയിരിക്കും ടോട്ടൽ എനർജി ലൈൻ. ഇങ്ങനെയായിരിക്കും ഒരു ടോട്ടൽ എനർജി ലൈൻ ഉണ്ടാവുക. Z plus Y plus V square by 2g. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു അപ്സ്ട്രീം ടോട്ടൽ എനർജി ലൈൻ പോയിന്റ് എവിടെയാണെന്ന് നോക്കുന്നത്. റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദിസ് ക്രസ്റ്റ്, അപ്സ്ട്രീം ടോട്ടൽ എനർജി ലൈൻ ഏത് പൊസിഷനിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ റെഡ്യൂസ്ഡ് ക്രസ്റ്റ്, ഈ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദിസ് ക്രസ്റ്റ്, ഈ ക്രസ്റ്റിന്റെ ലെവൽ എത്രയാണെന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ഈ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. വാട്ട് യു മീൻ ബൈ ഈ വാല്യൂ? ഈ വാല്യൂ ഈസ് സ്പെസിഫിക് എനർജി. സ്പെസിഫിക് എനർജി E is equal to Y plus V square by 2g നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സ്പെസിഫിക് എനർജി E is equal to Y plus
വി സ്ക്വയർ ബൈ 2g പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ്? നമുക്ക് ടോട്ടൽ എനർജി ലൈനിന്റെ ലെവൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, റെഡ്യൂസ് ലെവൽ ഓഫ് ക്രസ്റ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കണം. അപ്പൊ 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? വെലോസിറ്റി ഓഫ് അപ്രോച്ച് VA കണ്ടുപിടിച്ചു, വെലോസിറ്റി ഹെഡ് കണ്ടുപിടിച്ചു. ഓക്കെ, ഫ്രം വെലോസിറ്റി ഓഫ് അപ്രോച്ച് വി ഹാവ് ഫൗണ്ട് ഔട്ട് വെലോസിറ്റി ഹെഡ്. വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വി സ്ക്വയർ ബൈ 2g എന്നുള്ള വാല്യൂ ആണ്. നമുക്ക് വൈയും ഓൾറെഡി അറിയാം. ഇനി നമുക്ക് ഈ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ ഏറ്റവും ആദ്യം നമ്മൾ അപ്സ്ട്രീം ടോട്ടൽ എനർജി ലൈനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അപ്സ്ട്രീം ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ എത്രയാണെന്ന് അറിയാം. അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ ഇവിടെ തന്നിട്ടുണ്ട് 118.3. അതായത് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ലെവൽ തന്നിട്ടുണ്ട്. അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ ഇതാ ഈ ഒരു ലെവൽ തന്നിട്ടുണ്ട്. 118.3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 118.3 പ്ലസ് വെലോസിറ്റി ഹെഡ്, അതായത് ഫുൾ സപ്ലൈ ലെവൽ y തന്നിട്ടുണ്ട്. അവിടുത്തെ ലെവലാണ് തന്നിരിക്കുന്നത്. അവിടുന്ന് വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ z ഉണ്ട്, y ഉണ്ട്, then v square by 2g. അതിലിപ്പോ ഈ വൈയുടെ ലെവലാണ് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ തന്നിരിക്കുന്നത് 118.3. അപ്പൊ 118.3 പ്ലസ് വെലോസിറ്റി ഹെഡ് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് നമ്മുടെ അപ്സ്ട്രീം ഫുൾ സപ്ലൈ അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ കിട്ടും. അപ്പൊ അതാണ് നമ്മളിപ്പോ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ 118.3 പ്ലസ് വെലോസിറ്റി ഹെഡ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് 0.036. ലാസ്റ്റ് നമ്മൾ പ്രീവിയസ്ലി വി എ കണ്ടുപിടിച്ചതിന് ശേഷം വെലോസിറ്റി ഹെഡ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഹെഡ് കിട്ടിയ വാല്യൂ ഇങ്ങോട്ട് എടുക്കുക. സോ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ വിൽ ബി 118.336. അപ്പോൾ ഫസ്റ്റ് വാല്യൂ കിട്ടി 118.336. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? സെക്കൻഡ് ഈ ക്രസ്റ്റിന്റെ ലെവൽ എത്രയാണെന്ന് കിട്ടണം അല്ലെ? ക്രസ്റ്റ് ലെവൽ എത്രയാണെന്ന് കിട്ടണം. അപ്പൊ അതൊന്ന് നോക്കാലോ. ക്രസ്റ്റ് ലെവൽ ഇസ് ഈക്വൽ ടു, നമുക്ക് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ അറിയാം. അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവലിൽ നിന്ന് മൈനസ് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ ഇതാണ്. ഓക്കെ, അവിടുന്ന് ഈ എച്ച് മൈനസ് ചെയ്താൽ മതിയല്ലോ, നമുക്ക് ഈ ക്രസ്റ്റ് വാല്യൂ കിട്ടുമല്ലോ. സോ മൈനസ് എച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ക്രസ്റ്റ് കിട്ടും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 118.3 മൈനസ് എച്ച് വാല്യൂ ഇസ് 0.88. എച്ച് വാല്യൂ 0.88. സോ 0.88. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്നത് 117.42 എന്ന് കിട്ടും. 117.42 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം നമ്മള്? ഇനി നമുക്ക് സ്പെസിഫിക് എനർജി വാല്യൂ കിട്ടണം. വാട്ട് ഈസ് സ്പെസിഫിക് എനർജി? സ്പെസിഫിക് എനർജി ഈസ് എ സമ്മേഷൻ ഓഫ് y plus v square by 2g. അല്ലെങ്കിൽ എന്ത് പറയാം? ടോട്ടൽ എനർജി. ഈ z പ്ലസ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? z പ്ലസ് y പ്ലസ് v square by 2g ആണ്. അതിൽ നിന്ന് y പ്ലസ് v square by 2g ആണ് സ്പെസിഫിക് എനർജി. അല്ലെങ്കിൽ എന്ത് പറയാം? സ്പെസിഫിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി മൈനസ് z വാല്യൂ എന്ന് പറയാലോ. സോ അങ്ങനെയാണ് ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ സ്പെസിഫിക് എനർജി E ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലൈൻ അപ്സ്ട്രീം ടോട്ടൽ എനർജി ലൈൻ മൈനസ് z value is crust level. Okay, minus z value crust level. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? This will be equal to 118.3 upstream 336, right? Upstream full total energy line minus crust level z value 117.42. So this will be equal to 0.91. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ 3 വാല്യൂസ്, അതായത് അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ക്രസ്റ്റ് ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സ്പെസിഫിക് എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആദ്യം നമ്മൾ വി എ കണ്ടുപിടിച്ചു, അതിനുശേഷം വി സ്ക്വയർ ബൈ 2g കണ്ടുപിടിച്ചു, അതിനുശേഷം ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഓഫ് ക്രസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സിസ്റ്റേൺ കുഷ്യൻ എഫക്റ്റ് കൊടുക്കുന്ന സിസ്റ്റേണിന്റെ ഡിസൈൻ ആണ്. അത് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.